നല്ല മൂവി. നല്ല പടം കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. നല്ല സിനിമയായിരുന്നു. ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫൈറ്റ് ഒക്കെ നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സെക്കൻഡ് പാർട്ട് ഉള്ള രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. ഫാമിലിയും ആക്ഷനും ഉണ്ട്, ഇമോഷനും ഉണ്ട്, എല്ലാം കൂടെ. അതിന്റെ ഇമോഷൻസ്, ആ കോമഡി, ആക്ഷൻസ് എല്ലാം നന്നായിട്ടുണ്ട്. പേര് പോലെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ ആ ഒരു ഇടിയുടെ ഫീല് ഒക്കെ നന്നായിട്ടുണ്ട്. നല്ല നല്ല അഭിനയമാണ് എല്ലാവരുടെയും. അത് ആ കറക്റ്റ് എവിടെയാണോ കോമഡി വേണ്ടത് ആ ഭാഗത്തൊക്കെ കോമഡിയും ഇമോഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് സൂപ്പർ പടം, നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യമൊക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്. അവസാനം നമുക്ക് കണ്ടിരിക്കാം. ഫൈറ്റിംഗ് സീൻസ് ഇങ്ങനത്തെ നല്ലതാണ്. പറയാണ്ട് അതിൻ്റെ അകത്തുള്ള ഫൈറ്റിങ്സും ഒക്കെ നല്ലതായിരുന്നു. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ആക്ഷൻ ഒരു കോമഡി സബ്ജക്റ്റ് ആണ്. അതായത് പീറ്റർ ഹെയിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ നന്നായിട്ടുണ്ട്. പടം കുഴപ്പമില്ല. 2 മണിക്കൂർ ഡ്യൂറേഷൻ ആണ്. 2 മണിക്കൂർ 10 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു കോമഡി ആക്ഷൻ സീക്വൻസ് അതാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ചന്തു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ള പുള്ളി ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആണ്. പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ലൈഫിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളും അതിനെ പുള്ളി നേരിടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഫൈറ്റ് സീക്വൻസ് കുറച്ചുണ്ട്. ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ഒരു 10-15 മിനിറ്റോളം എൻഗേജിങ് ആയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അതിൽ നാടൻ ഫൈറ്റ്, മാർഷൽ ആർട്സ്, അങ്ങനെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് കാണിക്കുന്ന ഒരു സാധനം. ഓവറോൾ നമുക്ക് കണ്ടിരിക്കാം. നല്ലൊരു സിനിമയായിട്ട് തോന്നി. ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് രസകരമായിട്ടുള്ള പടമാണ്. ജസ്റ്റ് ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കാണുന്ന ഫൺ മൂവിയാണ്. കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പലരുടെയും. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഓക്കെയാണ്, പക്ഷെ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പടത്തിന്റെ. ത്രൂ ഔട്ട് കോമഡി നല്ലപോലെ ഉണ്ട്, പടം അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരധികം ഫിലിമിൽ കണ്ടിട്ടില്ല. ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മൾ ഈ +2 കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ്. ഇത് പേര് കേട്ടപ്പോൾ ഞാൻ വെച്ചിട്ട് ത്രൂ ഔട്ട് ഇടിപടമായിരിക്കും ദൈവമേ, പക്ഷെ അങ്ങനെയല്ല. ഒരു +2 കാലഘട്ടത്തിൽ നടക്കുന്ന ചില ആളുകളുടെ ജീവിത സംഭവം വളരെ രസകരമായിട്ട്, എന്നാൽ ഇതിന് ഫൈറ്റ് വേണ്ട എലമെന്റ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിലിമാണ്. ഏതായാലും വന്ന് കാണണം, നല്ല മൂവിയാണ്. നല്ലൊരു സിനിമയാണ്. നല്ല രസമുള്ളതാണ്. ഇഷ്ടപ്പെട്ട ഒരു മൂവി, നല്ല മൂവി. സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പോഴേ നമുക്ക് എൻഡ് എങ്ങനെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയായിപ്പോൾ. പക്ഷെ രണ്ടാമതുണ്ട്, അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സൂപ്പർ മൂവി. വീഡിയോഗ്രാഫി ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും മൊത്തത്തിൽ അവൻ്റെ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ തന്നെയാണ്. അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കില്ല ഒരിക്കലും ഇങ്ങനൊരു ഫിലിമാണ്, ഇങ്ങനെ ഒരു സ്റ്റോറിയാണെന്ന് പ്രതീക്ഷിക്കത്തില്ല. അത്രയ്ക്ക് നല്ല മൂവി തന്നെയാണ്. ടിക്കറ്റ് എടുത്ത് വരുന്നതുകൊണ്ട് യാതൊരു നഷ്ടമില്ല. അത്രേ ഉള്ളൂ, ഒറ്റ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, പിന്നെ അതിനുശേഷം ഒരു അല്പം ലാഗ് ഉണ്ടെന്നുള്ള കൊള്ളാം. നല്ല കുഴപ്പമില്ല, ആക്ഷനാണ്. പിന്നെ ആ ഒരു കഥ അങ്ങനെ പറഞ്ഞു പോകുന്നു, അത്ര തന്നെ. പുള്ളിയുടെ പെർഫോമൻസ് കൊള്ളാം, എല്ലാവരും കൊള്ളാം. സ്റ്റണ്ടൊക്കെ ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ കുഴപ്പമില്ല, നല്ല രസമാണ്. നല്ല മൂവിയായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം ജീവിത യാഥാർത്ഥ്യത്തോട് വളരെ സാമ്യം തോന്നിയ വളരെ നല്ലൊരു മൂവി. താരപരിവേഷമൊന്നും ഇല്ലെങ്കിലും വളരെ നല്ലൊരു ആക്ടറും വളരെ നല്ലൊരു ആക്ട്രസിനെയും സമൂഹത്തോട് നല്ലൊരു മെസ്സേജാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ടും അതിൻ്റെ സക്സസ്സും നമുക്കുണ്ടാകുന്ന സക്സസ്സും അത് അനുഭവിച്ച് ഇതിനെ വളരെ നല്ലതായിരുന്നു. ആ പുതിയ പെൺകുട്ടി, ആ കുട്ടിയുടെ ഭീകരൊക്കെ അങ്ങനെയാണെങ്കിലും വളരെ നല്ലൊരു സിനിമ കണ്ടതായിട്ട്. അതാണ് പോകുന്നത്. ഈ +2 ആടി അതൊന്നുമല്ല, ഇതൊരു റിവെഞ്ച് ഡ്രാമ ആയിട്ടാണ് പോകുന്നത്. ജസ്റ്റ് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് അടി ഇടി അതൊക്കെയാണ് ഉള്ളത്. പീറ്റർ ഹെയിൻ്റെ ആയിട്ട് ഒരു ട്രേഡ് മാർക്ക് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡീസൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഒരു സ്റ്റോറി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു റിവെഞ്ച് ഡ്രാമ, അതാണ് പടം പറഞ്ഞു പോകുന്നത്. ലാർഡിയക്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കൊച്ചു പടം, ഒരു ചെറിയ പടം. അത് എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൻ്റ് ആയിട്ട് എടുത്തു പോയിട്ടുണ്ട്. വലിയൊരു ഇതൊന്നുമില്ല. പീറ്റർ ഹെയിൻ്റെ ടാഗൊന്നും വെച്ച് പടം കാണാമെന്ന അത്രയൊന്നുമില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ.